ഹലോ, വെൽക്കം ടു നൈനോസ് നെസ്റ്റ്. അപ്പം നമ്മൾ ഇന്ന് മഹാദേവപുര ഷൂട്ടിംഗ് പോയിന്റിലേക്കാണ് പോകുന്നത്. ഏറ്റവും ഒരു ഫേമസ് ആയ ഒരു സ്ഥലമാണ് മൈസൂരിലെ. അപ്പം നമ്മുടെ സ്ഥലത്ത് നിന്ന് ശരിക്കും ഒരു 26 കിലോമീറ്റർ ആണ് അങ്ങോട്ടേക്കുള്ളത്. അപ്പം ഞങ്ങളൊരു 5-6 പേര് കൂടി ചേർന്നിട്ടാണ് ഈ യാത്ര ഇതാകുന്നത്. ശരിക്കും ഈ സ്ഥലം പേര് കേട്ടത് പ്രകൃതി ഭംഗിക്കാണ്. പിന്നെ പക്ഷി നിരീക്ഷണം, ഫിലിം ഷൂട്ടിംഗ്, പിന്നെ പിക്നിക്കിന് വന്ന ആൾക്കാരൊക്കെ കാണാൻ വരുന്നതിനും. അപ്പോൾ ശരിക്കും നമ്മൾ മൈസൂർ സിറ്റിയിൽ നിന്ന് അത്രയും തിരക്കേറിയ സ്ഥലത്ത് നിന്ന് ഉള്ളിലോട്ട് വരുമ്പോൾ ശരിക്കും വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് വന്ന മാതിരിയാണ് തോന്നുന്നത്. ശരിക്കും നമ്മൾ കേരളത്തിലെ പാലക്കാട് ജില്ലയിലൊക്കെ പോയ ഒരു ഫീലാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഫുൾ ഗ്രീനറിയാണ്. അപ്പോൾ ഇതാണ് മഹാദേവപുര ഡാം. കാവേരി നദി ഈ പ്രദേശത്തിലൂടെ ഒഴുകുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ശരിക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിട്ട് എടുക്കാൻ വീഡിയോ പറ്റിയില്ല. അതുകൊണ്ട് വണ്ടികളൊക്കെ വരുന്നത് കൊണ്ട് അപ്പം നമ്മളതാ കുറേ പറവകളൊക്കെ ആകാശത്ത് കൂടെ ഇങ്ങനെയൊക്കെ പറക്കുന്നുണ്ടായിരുന്നേ. അപ്പം അതിനൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും. നിങ്ങൾക്ക് ഫുൾ കാണുമ്പോൾ അറിയാം, ഫുൾ നെല്ലാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നാണ് തോന്നുന്നു നെല്ല് അരിയൊക്കെ കൂടുതൽ ഉൽപ്പാദിക്കുന്നത്. അപ്പോൾ നമ്മളിതാ ശരിക്കും മഹാദേവപുര ഷൂട്ടിംഗ് പോയിന്റിലേക്ക് എത്താനിനി 1.5 കിലോമീറ്ററും കൂടി ഉള്ളൂ. എന്താ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, 2 സൈഡും നെല്ല് കാണുന്നത്. നമ്മുടെ കൂടുതൽ ഞങ്ങൾ നെല്ല് കണ്ടിട്ടുള്ളൂ. അതിന് ഉറങ്ങിയതുകൊണ്ട് നമുക്ക് എന്താ കയ്യിൽ ഫോൺ കൺട്രോൾ കിട്ടുന്നില്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ ജോക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാ നമ്മളിതാ മഹാദേവപുര ഷൂട്ടിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് എൻട്രൻസ് വരുന്നത്. അപ്പോൾ നമ്മളതാ ബൈക്ക് പാർക്ക് ചെയ്തിട്ട്, അപ്പം അതിൻ്റെ മുകളിൽ കുറേ മങ്കീസ് ഇരിക്കുന്നുണ്ടായിരുന്നേ. അതിനോട് ശരിക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ മൈസൂർ വരുന്ന സമയത്ത് കൂടുതൽ കാണുന്ന ഒരാൾ പറയുന്നത് മങ്കീസാണ്. അപ്പോൾ അവൾ ഉറങ്ങുന്നതുകൊണ്ട് അവൾക്കത് കാണാൻ പറ്റിയില്ല. നമ്മളിതാ എൻട്രൻസ് ഫീ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പം നമുക്ക് നേരെ ഞാൻ നടന്നു പോവാം. വെള്ളമൊക്കെ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു. നമ്മൾ ഈ നടക്കേണ്ട ഈ പാതൻ്റെ അത്ര തന്നെ നല്ല വെള്ളമുണ്ട്. നീർനായ ഉണ്ട് കേട്ടോ. അധികം നമ്മൾ കാലിട്ട് വെള്ളത്തിൽ കളിച്ചിട്ടില്ല. നീർനായ പോകുന്നത് കണ്ടപ്പോൾ ഒരു പേടി തോന്നി. അതിനും ഉറങ്ങുന്നത് കൊണ്ട് ഏട്ടനാ വീഡിയോ എടുത്തിരിക്കുന്നത്. നല്ലൊരു ഒരു ഗുഡ് വൈബാണ് നമുക്ക് തോന്നിയിരിക്കുന്നത്. നല്ലൊരു പ്രകൃതി ഭംഗി എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ നല്ലൊരു രസമുണ്ടായിരുന്നു കാണാൻ. നൈന് ഉറങ്ങുന്നത് കൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു പോകണം. വെള്ളത്തിൻ്റെതായി ഇതിലൂടെയൊക്കെ നടന്നു പോകണം. അപ്പോൾ നൈന് ഉറങ്ങുന്നതുകൊണ്ട് ഞങ്ങൾ പോയില്ല. ബാക്കി എല്ലാവരും പോയപ്പോൾ ഞങ്ങളിവിടെ ഇരിക്കുകയായിരുന്നു, ഞാനും ഏട്ടനും ചെറുതും കൂടി. അങ്ങനെ അവൾ പെട്ടെന്ന് എണീച്ചപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പോകുക, മെല്ലെ മെല്ലെ പോകണം. കാരണം വെള്ളം ഒഴുകുന്നതുകൊണ്ട് അവിടെയൊക്കെ പായലുണ്ട്. അപ്പം മെല്ലെ മെല്ലെ ഞങ്ങൾ കൈ പിടിച്ചിട്ടാണ് പോകുന്നത്. കാരണം വെള്ളം നമ്മൾ നടക്കുമ്പോൾ വെള്ളം ഉണ്ടാവും. ശരിക്കും നല്ല രസമാണ്. നമുക്ക് എന്താ പറയുക, പറയാൻ പറ്റുന്ന ക്രാബ് നിൽക്കാണ് ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ കണ്ടതാ. നല്ല രസമാണ് കാണാൻ. ഈ എൻഡിലേക്ക് അപ്പം നമ്മൾ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മെല്ലെ കാല് അമർത്തിയിട്ടാണ് വരുന്നത്. കാരണം എനിക്ക് പേടിയാണ് ഭയങ്കര സ്ലിപ്പാകുമെന്ന്. അപ്പം ഞങ്ങൾ മെല്ലെ ഇവിടേക്ക് എത്തി. നല്ല രസമുണ്ടായി കാരണം നമ്മൾ കാലിനടിക്കൂടി ഇങ്ങനെ വെള്ളമൊക്കെ പോകും. അവിടെയൊക്കെ അങ്ങനെ എന്താ പറയുക, നമ്മളെ വെള്ളം ഒരുപാട് ഇങ്ങനെ ഒഴുകി ഒരു പച്ച കളർ ഉണ്ടാവില്ലേ, അതുണ്ട്. അപ്പം സ്ലിപ്പാകുമെന്നൊരു നല്ലൊരു പേടിയുണ്ടായിരുന്നു. നല്ല കാലം അമർത്തി വെച്ചിട്ട് ഞങ്ങൾ അപ്പോൾ നടന്നു പോയത്. ഞങ്ങളതാ മെല്ലെ എൻഡിലേക്ക് ഇങ്ങനെ നടക്കുക. അപ്പോൾ എത്തി. അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല, വെള്ളം നല്ല ഒഴുക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇവരെല്ലാവരും ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. നൈനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്.
ഫോട്ടോസ് എടുക്കാൻ നല്ലൊരു സ്പോട്ടാണ്. പിന്നെ അതുപോലെ കുറേ ഫിലിം ഒക്കെ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് പേരൊന്നും എനിക്കറിയില്ല. അപ്പം എന്തായാലും മൈസൂർ വന്നാൽ നിങ്ങൾ ഈ മഹാദേവപുരം ഷൂട്ടിംഗ് പോയിന്റിലേക്ക് എന്തായാലും ഒന്ന് വന്ന് കാണണം. കാണേണ്ട സ്ഥലം തന്നെയാണ്. ഇതിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാ നമുക്ക് മനസ്സിലാവും. അപ്പോൾ കണ്ടാലേ നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ സൈൻ ഓഫ് ചെയ്യാൻ സമയം. അപ്പം നമ്മൾ സൈൻ ഓഫിൻ്റെ വീഡിയോ ഒന്നും ശരിക്കും കറക്റ്റ് എടുത്തില്ല. അപ്പം നമ്മൾ ഇങ്ങനെ തന്നെ സൈൻ ഓഫ് ചെയ്യാണ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. എല്ലാവരും മൈസൂർ വന്ന് എന്തായാലും എല്ലാവരും ഇങ്ങോട്ട് വരണം. മഹാദേവ ഷൂട്ടിംഗ് പോയിന്റ്. അപ്പോൾ ടാറ്റ.